നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ഭീതി നിറഞ്ഞ ഒരാഴ്ചയാണ് കടന്നുപോയത്. കണ്ണൂർ നഗരം തെരുവുനായകൾ കീഴടക്കിയ ദിവസങ്ങൾ. തെരുവുനായയുടെ പരാക്രമണത്തിൽ 70-ലധികം പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ വിഷയത്തിൽ ബഹളത്തിൽ മുങ്ങി കോർപ്പറേഷൻ കൌൺസിൽ യോഗം. കയ്യാങ്കളിയും യോഗം ബഹിഷ്കരണവും. ഷെൽട്ടർ ഹോമുകൾ ഒരുക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. AI സാധ്യതകൾ പരിചയപ്പെടുത്തി KSTA. അധ്യാപകർ പങ്കാളികളായി. മദ്യഷോപ്പിൽ മോഷണം, 2 പേർ അറസ്റ്റിൽ. പറശ്ശിനിക്കടവിൽ കാർ താഴ്ചയിലേക്ക് വീണു. 35 അടി താഴ്ചയിലേക്ക് മറഞ്ഞ കാറിൽ നിന്നും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദുരന്തത്തിലേക്ക് ചവിട്ടുപടിയൊരുക്കിയൊരു മരപ്പാലം. അപകടാവസ്ഥയിലായ പാലം നടാലിൽ. ക്ഷീരകർഷകർക്ക് തൊഴിലിടം ഒരുക്കണം. നിവേദനവുമായി വനിതാ കമ്മീഷന് മുമ്പാകെ എത്തി കർഷകർ. കൂത്തുപറമ്പ് മമ്പറം പറമ്പായിലെ യുവതിയുടെ ആത്മഹത്യ. പിന്നിൽ ആൾക്കൂട്ട വിചാരണയെന്ന് പോലീസ്. 3 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. ഭീകര പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് BJP. സംസ്ഥാന പാത മതുക്കോത്തെ മരച്ചില്ലകൾ വെട്ടിമാറ്റി. നടപടി സിറ്റി ന്യൂസ് വാർത്തയെ തുടർന്ന്. പൊതുചരിത്രവുമായി ആസ്റ്റർ മിംസ് വീണ്ടും. ഉത്തര മലബാറിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. നോക്കാം വിശദമായ വാർത്തകൾ. കണ്ണൂർ നഗരത്തിൽ തെരുവുനായയുടെ പരാക്രമം. 2 ദിവസങ്ങളിലായി 70-ലധികം പേർക്ക് കടിയേറ്റു. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. നായയുടെ ആക്രമണം പുതിയ ബസ് സ്റ്റാൻഡ്, SBI പരിസരം, പ്രഭാത ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച്. പരിക്കേറ്റവരെ മേയറും ബന്ധപ്പെട്ടവരും ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ്, SBI പരിസരം, പ്രഭാത ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചാണ് പലർക്കും തെരുവുനായയുടെ കടിയേറ്റത്. +1 വിദ്യാർത്ഥി നീർക്കടവിലെ നവനീത്, ഫോർട്ട് റോഡിലെ ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാരൻ കൂത്തുപറമ്പിലെ സിബിൻ, മുഴപ്പിലങ്ങാട് സ്വദേശി അബ്ദുൾ നാസർ, തളിപ്പറമ്പ് സ്വദേശി ഗണേഷ് കുമാർ, കാങ്കോലിലെ വിജിത്ത്, തമിഴ്നാട് ചിന്നസേലം സ്വദേശി ഭാഗ്യരാജ്, മുണ്ടേരിയിലെ റാഷിദ, SBI ജീവനക്കാരൻ രജീഷ്, അഞ്ചരക്കണ്ടിയിലെ റിജിൽ, എറണാകുളത്തെ രവികുമാർ, കണ്ണപുരത്തെ ശ്രീലക്ഷ്മി, വാരം സ്വദേശി സുശീൽ, കുറുവ വട്ടക്കുളത്തെ അജയകുമാർ, കൂത്തുപറമ്പിലെ സഹദേവൻ, യിലെ ഹമീദ്, രാമന്തളിയിലെ പവിത്രൻ, കടമ്പൂരിലെ അശോകൻ, നായാട്ടുപാറ സ്വദേശി സീന, കൂത്തുപറമ്പിലെ മനോഹരൻ, പുതിയ തെരുവിലെ വിജിന, കൊട്ടിയൂരിലെ സാജു, കാഞ്ഞങ്ങാട് സ്വദേശി നന്ദന, മണിക്കടവിലെ ജിനോ തുടങ്ങിയവർക്കാണ് കടിയേറ്റത്. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. ആ ബാങ്കിന്റെ അടുത്ത് ടേണിംഗ് തീരെടുത്ത ആദ്യം കുറെ നായി കൂട്ടമായിട്ട് പോകാണ്ട് അവരൊന്നും ആക്രമിച്ചിട്ടില്ല. പെട്ടെന്ന് വേറൊരു നായി വന്നിട്ട് ഒരൊറ്റ കടിയാന്ന് കടിച്ച്. അപ്പോഴേക്കും ഞാൻ കാല് കുടഞ്ഞ് തുണിയൊക്കെ കടിച്ചു കൊണ്ടുപോയി. രാവിലെ 11:30യോടെയായിരുന്നു തെരുവുനായയുടെ ആക്രമണം. സ്റ്റേറ്റ് ബാങ്ക് പരിസരത്തും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പട്ടിയുടെ കടിയേറ്റ് 10-40 ആളുകൾ ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പട്ടിയെ ട്രേസ് ചെയ്യാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ HIയുടെ നേതൃത്വത്തിൽ, വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ പട്ടിയെ ട്രേസ് ചെയ്യുന്നുണ്ട്. അതിന് പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള സംവിധാനങ്ങളാക്കിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ എല്ലാവരെയും അവർക്ക് ആവശ്യമായ മരുന്നുകൾ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. കോർപ്പറേഷൻ തലത്തിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടി കോർപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണ്. മിക്കവർക്കും കാലിനാണ് കടിയേറ്റത്. നായ കടിച്ചവരെ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സുരേഷ് ബാബു എളിയാവൂർ, ഡെപ്യൂട്ടി മേയർ P ഇന്ദിര, മേയർ മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി എന്നിവർ സന്ദർശിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലയിലുള്ള പട്ടികളുടെ ABC ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുമാണ് അതിൽ തരുന്നത്. പക്ഷേ ഒരു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് പൂർണ്ണമായും ഒറ്റയടിക്ക് സാധിക്കില്ല. അപ്പോൾ കോർപ്പറേഷനും ബ്ലോക്ക് പഞ്ചായത്തുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായി ABC ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണമെന്നതും മുന്നേ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ABC ചെയ്യുന്നത് കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പം നമുക്ക് ഇതിന് ഭാഗമായിട്ട് സർക്കാർ പറഞ്ഞ അതാണ് തദ്ദേശ സ്ഥാപനങ്ങളായാലും കോർപ്പറേഷനായാലും തദ്ദേശ സ്ഥാപനങ്ങളായാലും ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഷെൽട്ടർ ഹോം. അത് ചില 1, 2, 3 പഞ്ചായത്ത് വാർഡുകൾ ചേർന്നുകൊണ്ട് ഷെൽട്ടർ ഹോം ഉണ്ടാക്കി അവിടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് നമുക്കൊരു പരിഹാരമായിട്ട് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പം വലിയ പ്രയാസമാണ്. ഇവിടെ 10-45ഓളം പേരെയാണ് കടിച്ചത്. അത് നല്ല മുറി, എല്ലാ ആളുകൾക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഉണ്ടാകുന്നത്. ഇത്രയും ആളുകളെ ഒരു പട്ടി കടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുപോലുള്ള ഷെൽട്ടർ ഹോം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശാശ്വത പരിഹാരം. തെരുവുനായ വിഷയത്തിൽ പരസ്പരം പഴിചാരി ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും. തെരുവുനായകളെ പിടികൂടേണ്ടതും വന്ധീകരണം ചെയ്യേണ്ടതും ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ലെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി. ജില്ലാ പഞ്ചായത്തിന് കോർപ്പറേഷൻ 20 ലക്ഷം നൽകിയെന്ന വാദം അടിസ്ഥാനരഹിതം. ആർക്കാണ് നൽകിയതെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കണം. ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്താനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ചിലർ ശ്രമിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് KK രത്നകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ അതല്ലെങ്കിൽ ഇതിന്റെ ഇത് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുകയോ ഒന്നും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഭരണഘടന അല്ലെ നമ്മുടെ ഈ ആക്ട് പ്രകാരം ജില്ലാ പഞ്ചായത്തിനില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമല്ല.
കോർപ്പറേഷൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഉത്തരവുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതും ആക്ട് പ്രകാരം, മുനിസിപ്പൽ ആക്ട് പ്രകാരവും പഞ്ചായത്ത് ആക്ട് പ്രകാരവും അനിവാര്യ ചുമതലയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ. ഇത് ജില്ലാ പഞ്ചായത്തിന് അത്തരത്തിലുള്ള ഒരു അനിവാര്യ ചുമതലയും ഇല്ല. ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾ ഇപ്പൊ മീഡിയക്കാർ തന്നെ വിചാരിക്കും ഇത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അതല്ല, യാഥാർത്ഥ്യം ഇന്നതാണ്. ഇപ്പൊ ഞങ്ങൾ ABC കേന്ദ്രം തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ആളുകളെ അയക്കുന്നു, അവര് പട്ടികളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇത് സംവിധാനം ഒരുക്കി തരണം. അതിൽ എപ്പോഴെങ്കിലും അവരാവശ്യപ്പെട്ട പ്രകാരം ഇത് ഞങ്ങൾ പിടിക്കാൻ പോകാതിരിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയതിനെ ABC ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയാം. പക്ഷെ ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായ കണക്ക് നമ്മളെ കയ്യിലുണ്ട്. തെരുവുനായ ശല്യം അടിയന്തരമായി പരിഹരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷനിൽ 2ഉം കണ്ടോൺമെന്റ് പരിധിയിൽ 1ഉം ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോമുകളും സ്ഥാപിച്ച് നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടികൂടി ഇവിടേക്ക് മാറ്റും. ജില്ലയിലെ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയും നിരവധി പേർക്ക് നായയുടെ കടിയേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, കണ്ടോൺമെന്റ് എന്നിവയുമായും പോലീസ്, മൃഗസംരക്ഷണം, ആരോഗ്യം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകളുമായും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി 3 ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിരവധി പേരെ കടിച്ച തെരുവുനായ മറ്റ് നായകളെയും ആക്രമിച്ചിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവയും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ സാധ്യതയുണ്ടെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഗരത്തിലെ തെരുവുനായകളെ പിടികൂടി ഷെൽട്ടർ ഹോമുകളിൽ മാറ്റാനും വിഷബാധ കുത്തിവയ്പ് നൽകാനും തീരുമാനിച്ചത്. പയ്യാമ്പലത്ത് തെരുവുനായയുടെ കടിയേറ്റ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത കുട്ടി വിഷബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായതിനാൽ അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി തടയും. ആ മാലിന്യങ്ങൾ അനധികൃതമായി വലിച്ചെറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മനുഷ്യന്മാരെ കടിച്ചു എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധേയമായത്. അല്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന അശ്രദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതാണ്. അപ്പോൾ റെയിൽവേൻ്റെ അധികാരികളുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളുടെ ഈ മാലിന്യങ്ങളും പട്ടികളുടെ ശല്യവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ ഒരു ഓർഡർ നമ്മുടെ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും. കളക്ടർ ഈ പരിപാടികൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും. ആ നിലക്കുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പൊതുവായി ചർച്ച നടത്തുകയും ഓരോ പ്രദേശത്തെയുള്ള ഗൗരവവും പ്രാധാന്യം അതിൻ്റെ സങ്കീർണതയൊക്കെ ചർച്ച ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ നായകൾക്ക് തെരുവിലും വഴിയോരത്തും മറ്റും ഭക്ഷണം കൊടുക്കുന്ന മൃഗസ്നേഹികൾക്ക് ഷെൽട്ടർ ഹോമുകളിലെത്തി അവയ്ക്ക് ഭക്ഷണം നൽകാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. തെരുവുനായകളെ പിടികൂടുക, ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക, തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണം, പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നിവയ്ക്ക് മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ നഗരസഭയിൽ അടിയന്തരമായി മൃഗഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പടിയൂർ ABC കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനം ഇതിനായി ലഭ്യമാക്കും. കേന്ദ്രത്തിന് കീഴിലുള്ള പരിശീലനം ലഭിച്ച പട്ടിപിടുത്തക്കാരെ ഒരാഴ്ച പൂർണ്ണമായും നഗരസഭാ പരിധിയിൽ നിയോഗിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ടോൺമെന്റ് പരിധിയിൽ വരുന്ന ഭാഗങ്ങളിൽ അലഞ്ഞുതിരിയുന്ന അക്രമകാരികളായ തെരുവുനായകളെ പിടികൂടി അവിടെ സ്ഥാപിക്കുന്ന ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കുന്നതിന് കണ്ടോൺമെന്റ് CEOക്ക് നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർക്കാണ് പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ C. നിതിൻ രാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. തെരുവുനായ ശല്യം. കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിഷേധം. കൌൺസിൽ യോഗത്തിൽ തള്ളിക്കയറാൻ ശ്രമിച്ച CPM പ്രവർത്തകർ. യോഗത്തിൽ ഇടത് വലത് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പ്രതിപക്ഷ നേതാവ് N. സുകന്യയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു.
കണ്ണൂരിൽ തെരുവ് നായ്ക്കൾ വഴിയാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ ബഹളം. ഇന്ന് രാവിലെ നടന്ന കൗൺസിൽ യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായി. മേയർ മുസ്ലിം മഠത്തിലിനെ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കാൻ വിടാതെ ചേംബറിനടുത്ത് വന്ന് ബഹളമുണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് മേയർ ചേംബർ വിട്ടു. ഇത് തടയാൻ ചെന്ന ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ കൗൺസിലർമാരുമായി വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് എൻ സുകന്യയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളികളുമായി കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പുറത്തു വന്നു. ഇതിനിടയിൽ പുറമെ LDF പ്രവർത്തകർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ഇരച്ചു കയറാൻ ശ്രമിച്ചത് കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തെരുവ് നായശല്യം തടയുന്നതിനായി കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് എൻ സുകന്യ പറഞ്ഞു. കണ്ണൂർ നഗരത്തിലെത്തുന്നവരെ തെരുവ് നായ്ക്കൾ കടിച്ച് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി തുടരുകയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ABC കേന്ദ്രം തുടങ്ങാൻ പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായില്ല. തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്തിനില്ലെന്നും കോർപ്പറേഷനാണെന്നും എൻ സുകന്യ പറഞ്ഞു. തന്റെ വാർഡിൽ ഉൾപ്പെടെ തെരുവ് നായ ശല്യമുണ്ടായപ്പോൾ എത്തിയത് കോർപ്പറേഷൻ ജീവനക്കാരല്ല, ജില്ലാ പഞ്ചായത്ത് നിയോഗിച്ചവരാണ്. തെരുവ് നായകളെ പിടികൂടുക മാത്രമല്ല അവയെ പാർപ്പിക്കാനുള്ള ഷെൽട്ടർ കൂടി ഒരുക്കണമെന്നും സുകന്യ ആവശ്യപ്പെട്ടു. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുണ്ടാകുന്ന തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാലികൾ, ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. പക്ഷെ കണ്ണൂർ കോർപ്പറേഷൻ അധികൃതർ കഴിഞ്ഞ ഈ 4.5 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിനെ പഴിചാരിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഇത്രയധികം തെരുവുനായ ശല്യം ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യം എന്താ, കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് ABC നടത്താനുള്ള ഒരു കേന്ദ്രം വെറ്ററിനറി വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. തനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എത്ര തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ കൈ കഴുകുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തെരുവുനായ ശല്യം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി. LDF കൗൺസിലറായ P. രവീന്ദ്രൻ, N. ഉഷ, ചിത്തിര ശശിധരൻ, പനിയൻ ഉഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി ഒരിടവേള. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ത്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. നഗരപ്രദേശത്ത് 2 ദിവസം അഴിഞ്ഞാടിയ തെരുവുനായ പരാക്രമത്തിന്റെ ഭീതി മാറും മുമ്പേ കടമ്പൂരും സമാന സംഭവം. റോഡിലൂടെ നടക്കുകയായിരുന്ന സ്ത്രീയെ നായ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. കടമ്പൂർ സ്കൂളിന് സമീപം അമ്മാകുന്ന് റോഡിൽ വ്യാഴാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. ആൾക്കാർ ഓടിക്കൂടിയതോടെ നായ എളവന ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നിട്ടുണ്ട്. കടമ്പൂരിൽ ഇതിനു മുമ്പും തെരുവുനായ പലരെയും കടിച്ചിരുന്നു. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാത്രമായി കോർപ്പറേഷൻ പരിധിയിൽ 60-ലധികം ആളുകളെയാണ് തെരുവുനായ കടിച്ചത്. ഇതേ തുടർന്ന് കോർപ്പറേഷൻ മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആരോപണ പ്രത്യാരോപണം കൊണ്ട് കൊമ്പ് കോർത്തിരുന്നു. തെരുവുനായ്ക്കളെ പിടികൂടേണ്ടതും വന്ധ്യാകരണം ചെയ്യുന്നതും ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരിയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മമ്പറം കായലോട് പറമ്പായിൽ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു. സംഭവത്തിൽ 3 SDPI പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ VC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻകണ്ടി ഹൌസിൽ VK ഷഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കായലോട് പറമ്പായിൽ സദാചാര പോലീസ് ചമഞ്ഞ് ഒരു സംഘം നടത്തിയ ആൾക്കൂട്ട വിചാരണയിൽ മനംതൊന്ത് യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളായ 3 SDPI പ്രവർത്തകരാണ് റിമാൻഡിലായത്. പറമ്പായി റസീന മൻസിലിൽ റസീനയെയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പറമ്പായി സ്വദേശികളായ SDPI പ്രവർത്തകരായ MC മൻസിലിൽ VC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻകണ്ടി ഹൌസിൽ VK റഫാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ തലശ്ശേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 3ഓടെ കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തു. യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്തെത്തിച്ചു. 5 മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് രാത്രി 8:30ഓടെ പറമ്പായിലെ ഇവരുടെ ഓഫീസിലെത്തിച്ച ശേഷം ഇരുവരുടെയും ബന്ധുക്കളെ SDPയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. യുവാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ രണ്ടും പോലീസ് കണ്ടെത്തി. കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും ഇൻസ്പെക്ടർ N അജീഷ് കുമാർ പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ BS ഭാവിഷിനാണ് അന്വേഷണ ചുമതല. പറമ്പായിലെ A മുഹമ്മദ് CK ഫാത്തിമ ദമ്പതികളുടെ മകളാണ് റസീന. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പറമ്പായിലെ റസീന മൻസിൽ റസീന എന്ന ഭർത്തൃമതിയായ യുവതി ആത്മഹത്യ ചെയ്തത് ആൾക്കൂട്ട വിചാരണയെ തുടർന്നെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കാര്യാലയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. റസീനയുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ ഈ കാര്യം വിശദമായി തന്നെയുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ പ്രതികളുടെ പേരുകൾ പരാമർശിച്ചതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്നും കമ്മീഷണർ പറഞ്ഞു. ഈ കേസിന്റെ ആസ്പദമായിട്ടുള്ള സംഭവം കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കായലോട് വെച്ച് ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് 3 ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളൊക്കെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ തൊട്ടടുത്ത ദിവസം, എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോ ഇടയിലുള്ള ഒരു സമയത്താണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത്. ഈ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അവരുടെ കൈവശത്ത് നിന്നും പോലീസ് ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഡിവൈസസ് ഒക്കെയും റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
യുവതിയുടെ ആൺസുഹൃത്തിന്റെ മൊബൈൽ ഫോൺ പിടികൂടിയത് പ്രതികളുടെ കയ്യിൽ നിന്നാണ്. SDPI പ്രവർത്തകരായ പ്രതികൾ പറമ്പായിലെ SDPI ഓഫീസിലെത്തിച്ച് 5 മണിക്കൂർ യുവാവിനെ ചോദ്യം ചെയ്തു. മയിൽ സ്വദേശിയായ ആൺസുഹൃത്ത് കേസിൽ പ്രതിയല്ല. ഇയാൾക്കെതിരെ നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചാൽ അന്വേഷിക്കും. റസീനയുടെ മരണത്തിന് ഇടയാക്കിയ ആൾക്കൂട്ട വിചാരണയിൽ കൂടുതൽ പേർ പങ്കെടുത്തിരുന്നോ എന്ന് പിണറായി പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭർത്തൃമതിയായ റസീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ SDPI പ്രവർത്തകരും പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ VC മുബഷീർ, കണിയന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻകണ്ടി ഹൌസിൽ VK റഫ്നാസ് എന്നിവരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികളെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആൾക്കൂട്ട വിചാരണയിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവം കണ്ണൂരിൽ നടന്നത് SDPI ഭീകരവാദ പ്രവർത്തനമാണെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിലാണ് സംഭവം നടന്നത് എന്ന് ഗൗരവമേറിയതാണ്. SDPI ഭീകരത വച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ SDPIയുടെ ഭീകരത എത്രമാത്രം ശക്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു യുവതിയുടെ ആത്മഹത്യക്ക് ഇടയായിട്ടുള്ളത്. ആൾക്കൂട്ട വിചാരണയാണ് SDPI നടത്തിയത്. യുവതി മറ്റൊരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചതിൻ്റെ പേരിൽ SDPIക്കാർ ഭീഷണിപ്പെടുത്തുന്നു. ചെറുപ്പക്കാരനെ SDPIയുടെ ഓഫീസിൽ കൊണ്ടുപോയി 5 മണിക്കൂറോളം വിചാരണ ചെയ്യുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു. തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള മരണവും ഏറ്റവും ശക്തിപ്പെട്ടിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ്, മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്. SDPIയുടെ ഈ തീവ്രവാദ പ്രവർത്തനം, അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ മറ്റൊരു തെളിവായി നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഇത് അത്യന്തം അപകടകരമായ പോക്കാണ്. 3 പേരെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്യപ്പെട്ടു. SDPIക്കാർ സംഘടിച്ച് പരാതി പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. യുവതിയുടെ വീട്ടുകാരിൽ നിന്നും ചെറുപ്പക്കാരന്റെ വീട്ടുകാരിൽ നിന്നും പരാതി പോലും ഇല്ലാതാക്കാൻ SDPI എന്ന് പറഞ്ഞ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അത് സംബന്ധമായി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ 3 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവം ആയിരിക്കില്ല ഇത്. ഇതിന്റെ പിന്നിൽ നടത്തിയ ഗൂഢാലോചന, ഇതൊക്കെ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പറശ്ശിനിക്കടവിൽ കാർ 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. ക്ഷേത്ര ദർശനത്തിനെത്തിയ ദമ്പതിമാർ സഞ്ചരിച്ച കാറാണ് പറശ്ശിനിക്കടവ് റോഡിൽ നിന്ന് 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. ആഴത്തിലേക്ക് കാർ പതിച്ചുവെങ്കിലും കാറിലുണ്ടായിരുന്ന കൊല്ലം സ്വദേശികൾ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം രണ്ടാംകുറ്റി സ്വദേശികളായ സജീന്ദ്രനാഥ്, ഭാര്യ KN കാർത്തിക എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. റോഡരികിലെ താഴ്ചയറിയാതെ കാർ മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണമായത്. അപകടം നടന്നയുടനെ ഓടിയെത്തിയ നാട്ടുകാരും തീർത്ഥാടകരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്ക് സാരമുള്ളതല്ല. പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തുന്നവരിൽ ഭൂരിഭാഗവും പറശ്ശിനിക്കടവ് മയിൽ റോഡരികിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത്. മറ്റ് പാർക്കിംഗ് സ്ഥലങ്ങൾ നിറയുന്നതോടെയാണ് റോഡരികു കൂടി പാർക്കിംഗ് മേഖലയായി മാറുന്നത്. എന്നാൽ ഈ സ്ഥലത്തിന്റെ കിഴക്കുഭാഗം വലിയ താഴ്ചയും പടിഞ്ഞാറുഭാഗം ഓടയുമാണ്. അതിനാൽ റോഡിന് വീതിയുള്ള കിഴക്കുഭാഗത്താണ് വാഹനങ്ങൾ ഭൂരിഭാഗവും നിർത്തിയിടാറുള്ളത്. നിരവധി വാഹനങ്ങൾ പതിറ്റാണ്ടുകളായി ഈ സ്ഥലം പാർക്കിങ്ങിനായി ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ സ്ഥലത്തിന് തൊട്ട് വലിയ അപകടക്കെണി ഉണ്ടായിട്ടും സുരക്ഷാഭിത്തി നിർമ്മിക്കാൻ പോലും അധികൃതർ തയ്യാറായിരുന്നില്ല. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ നഗരത്തിലെ മദ്യഷോപ്പിൽ നിന്നും വില കൂടിയ മദ്യം കവർച്ച നടത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയും സംഘവും അറസ്റ്റ് ചെയ്തു. പാറക്കണ്ടി ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം മോഷ്ടിച്ച ഒഡീഷ സ്വദേശികളായ വിശ്വജിത് സമ്മൽ, രവി നാരായണൻ എന്നിവരെയാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയും ഇക്കഴിഞ്ഞ 8-ാം തീയതിയുമായി പാറക്കണ്ടി ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും മദ്യക്കുപ്പികൾ മോഷണം നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. സ്ഥാപനത്തിലെത്തിയ പ്രതികൾ പ്രീമിയം കൗണ്ടറിൽ നിന്നും വില കൂടിയ 2 കുപ്പി വിസ്കിയും 1 കുപ്പി വൈറ്റ് റമ്മുമാണ് മോഷണം നടത്തിയത്. പാറക്കണ്ടി ബീവറേജസ് മാനേജറുടെ പരാതിയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്.
കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കണ്ണൂർ നോർത്ത് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി പരിശീലനം സംഘടിപ്പിച്ചു. കണ്ണൂർ നോർത്ത് BRC ഹാളിൽ നടന്ന പരിപാടി KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുന്നതോടൊപ്പം നമ്മുടെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിരന്തരം അതുകൊണ്ടാണ് ഇപ്പോൾ ജൂലൈ 9 കാലഘട്ടത്തിനനുസരിച്ച് അധ്യാപകരെ പ്രാപ്തരാക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് KSTA ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. AI ടൂൾ എക്സ്പെർട്ട് അനുരാഗ് എടച്ചേരി ക്ലാസിന് നേതൃത്വം നൽകി. കണ്ണൂർ നോർത്ത് സബ് ജില്ലാ പരിധിക്കകത്തും പുറത്തുമുള്ള നിരവധി വിദ്യാലയങ്ങളിലെ അധ്യാപകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് CV സുധീർ മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP മനോജ് കുമാർ, സബ് ജില്ലാ സെക്രട്ടറി ദേവേശൻ ചാത്തോത്ത്, സബ് ജില്ലാ ട്രഷറർ EC അതുൽ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സിഡ് ന്യൂസ് കണ്ണൂർ. ദുരന്തത്തിലേക്ക് വഴിയൊരുക്കി ഒരു മരപ്പാലം. നടാലിലാണ് ഏത് സമയവും തകർന്ന് നിലംപതിക്കാവുന്ന അവസ്ഥയിൽ മരപ്പാലം സ്ഥിതി ചെയ്യുന്നത്. കുറ്റിക്കകം, കിഴുന്ന, ഏഴര എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് നടാൽ ബസാറിലും ദേശീയപാതയിലും എത്തിച്ചേരാനുള്ള പ്രധാന വഴി കൂടിയാണിത്. മന്ത്രിയുടെ ഇടപെടലിൽ 3.5 കോടി ബജറ്റിൽ വകയിരുത്തിയെങ്കിലും പാലം പണി തുടങ്ങിയിട്ട് പോലുമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നടാൽ ബസാറിന് പിറകിൽ പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലം അപകട ഭീഷണിയിലായിട്ട് വർഷങ്ങളായി. പലകകൾ നിരത്തിവെച്ച പാലത്തിൽ പലകകൾ ഇളകി പുഴയിൽ ഒലിച്ചുപോയും പലതും ജീർണിച്ച് പൊട്ടാറായും കൈവരികൾ തകർന്നും നടന്നുപോകാൻ ഭീതി ജനിപ്പിക്കുന്നവയാണ്. പുഴയിൽ വെള്ളം കയറിയാൽ പലകകൾ ഇളകി വീണ സ്ഥലം കാണാതെ കാലുകൾ കുടുങ്ങി വെള്ളത്തിൽ വീഴും. ഇത് വലിയ ദുരന്തമാണ് ഉണ്ടാക്കുന്നത്. രാത്രി പാലത്തിന് ഇരുവശവും വെളിച്ചത്തിന്റെ അഭാവവുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിൽ അപകടം നടന്നിട്ടുണ്ട്. കുറ്റിക്കകം, കിഴുന്ന, ഏഴര എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് നടാൽ ബസാറിലും ദേശീയപാതയിലും എത്തിച്ചേരാനുള്ള പ്രധാന വഴി കൂടിയാണിത്. ഇത് എത്രയും വേഗത്തിൽ ചെയ്യേണ്ടതാണ്. എത്രയും ആൾക്കാർ കൂടുതൽ ഇങ്ങനെ കടന്നു പോകുന്നതാണ് ഈ പാലം ഉപയോഗിക്കുന്നുണ്ട്. പാലം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ഈ പുതിയ പാലത്തിനെക്കാട്ടിയും ഈ പഴയ പാലമാണ് ഉപയോഗിക്കുന്നത്. പുതിയ പാലം വാഹനക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാൽനടക്കാർ ഇത് തന്നെയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പാലത്തിൻ്റെ അവസ്ഥ 110% പോക്കാണ്. ഒരു കൈവരിയില്ല. പെട്ടെന്ന് ചാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊട്ടി, ഇതും പൊട്ടി പോകും. അപ്പോൾ പിന്നെ പലകയിൽ ഏത് പലകയാ പെട്ടെന്ന് പൊട്ടുകയെന്നും ആർക്കും പറഞ്ഞുകൂടാ. മഴക്കാലമായതുകൊണ്ട് എന്തും പുഴയാണെങ്കിൽ നിറഞ്ഞു കഴിഞ്ഞ് പോകും. ഇന്ന് ഒരു കുറച്ചൊരു 1 മില്ലിമീറ്റർ കുറവുള്ളൂ. ഇന്നലെ ഇതിലും സ്പീഡുണ്ട്. അതാണ് മഴ ഒന്ന് അങ്ങനെ മലക്കുന്നിൻ്റെ വെള്ളമെല്ലാം ഈ അറബിക്കടലിലേക്ക് പോകുന്ന പാലാണ്. അപ്പോൾ ഇത് തീർച്ചയായും അപകടാവസ്ഥ. ആരാരും ഒന്നും കാലൊന്നും പതിപ്പോയിട്ടുണ്ടെങ്കിൽ ഓക്ക് പൊട്ടും. ഒന്നും രക്ഷിക്കാൻ കഴിയില്ല. രാവിലെ കുട്ടികൾ, സ്ത്രീജനങ്ങൾ, വയോജനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ കടന്നുപോകുന്ന പാലമാണിത്. ഇവിടെ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇടപെട്ട് സംസ്ഥാന ബജറ്റിൽ 3.5 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിരുന്നുവെങ്കിലും പാലം പണി സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ നീളുകയാണ്. ഇത് നടാൽ പുഴയാണ്. ഞാൻ ഇപ്പോൾ നടാൽ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ഒരുപാട് ആൾക്കാരും കുട്ടികളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും രാവിലെ വിദ്യാർത്ഥികളും ഒക്കെ പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുത്തെ കൈവരിയും പാലത്തിൻ്റെ പലകയെല്ലാം ഫുള്ള് ഇളകി കിടക്കുന്നതാണ്. ഇപ്പോൾ മഴയായത് കാരണം തന്നെ വെള്ളം പലകയുടെ മുകളിലോളം പൊന്തു. അപ്പം നമുക്ക് പലക എവിടെയാണ് ഉള്ളതെന്ന് തന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ചെറിയ കുട്ടികളെല്ലാം ചവിട്ടുമ്പോൾ തന്നെ താഴേക്ക് അങ്ങ് ആയി പോകും. അപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തന്നാൽ വളരെ ഉപകാരമായി. അപകടകരമായ നടാൽ പാലം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സിറ്റി ന്യൂസ് കണ്ണൂർ. ക്ഷീരകർഷകർക്ക് സമൂഹത്തിൽ അന്തസ്സോടെ തൊഴിലെടുക്കുന്നതിന് ആവശ്യമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടണമെന്ന് വനിതാ ക്ഷീരകർഷകർ. സംസ്ഥാന വനിതാ കമ്മീഷൻ ക്ഷീരമേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വിളിച്ചു ചേർത്ത പബ്ലിക് ഹിയറിംഗിലാണ് ആവശ്യം ഉയർന്നത്. ഹിയറിംഗ് ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ചാണകവും തൊഴുത്തും കാണുന്നത് പോലും ദുസ്സഹമാണെന്ന രീതിയിലാണ് സമൂഹത്തിൽ ചില ആളുകൾ പെരുമാറുന്നത്. ക്ഷീരകർഷകരെ അവജ്ഞയോടെയാണ് ഇവർ കാണുന്നത്. ഇത്തരം മാനസികാവസ്ഥ ഇല്ലാതാക്കുന്നതിന് വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നും പബ്ലിക് ഹിയറിംഗിൽ കർഷകർ ആവശ്യപ്പെട്ടു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ അധ്യക്ഷയായ പരിപാടി ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. തൂപ്പുജോലി എന്നുള്ളത് തരംതാണ തൊഴിലാണ് എന്ന് ചിന്തിക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ അപരിഷ്കൃതരായിട്ടുള്ള ഒരു കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഓരോ തൊഴിലിനും ചില പ്രത്യേകമായ കുറവുകളുണ്ടെന്നും അത് സാമൂഹ്യ അന്തസ്സിന് നിരക്കാത്താണെന്നും ചിന്തിക്കുന്നു.
അതുകൊണ്ട് എല്ലാ തൊഴിലും, ഓരോ ആളുകളും നിർവഹിക്കുന്ന ജോലിയും, എല്ലാ ജോലിയും ഈ സമൂഹത്തിൽ മാന്യമാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റണം. ഭക്ഷ്യസംസ്കരണത്തിൽ വന്ന മാറ്റങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ക്ഷീരകർഷകർ ഉപോൽപ്പന്നങ്ങളുടെ വിപണനം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകൾ പരീക്ഷിക്കാൻ തയ്യാറാവണമെന്ന് MP പറഞ്ഞു. ഇതിലൂടെ കർഷകരുടെ സാമൂഹ്യ അന്തസ്സ് ഉയരും. ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നുവരും. നാട്ടിൻപുറങ്ങളിലെ ചെറിയ സംരംഭങ്ങൾ വലിയ കൂട്ടായ്മകളായി വളരുകയും സ്ത്രീകളുടെ സാമൂഹ്യ അന്തസ്സ് ഉയരുന്നതുൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും MP പറഞ്ഞു. മൃഗഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കാനും കന്നുകാലികൾക്ക് ചികിത്സ നൽകുന്നതിന് പണം ചോദിച്ചു വാങ്ങുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞ ക്ഷീരകർഷകർക്ക് ക്ഷേമനിധി പെൻഷൻ കുറഞ്ഞത് 1000 രൂപയെങ്കിലും അനുവദിക്കുക, BPL APL മാനദണ്ഡങ്ങൾ നോക്കാതെ ക്ഷീരകർഷകർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുക, കന്നുകാലികൾ ചത്തുപോയാൽ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങളും കർഷകർ ഉന്നയിച്ചിട്ടുണ്ട്. 100 ദിവസം തൊഴിൽ ലഭ്യമാക്കുന്ന വിധം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്ഷീരകർഷകരെ ഉൾപ്പെടുത്തണമെന്നും പദ്ധതിക്ക് കീഴിൽ വരുന്ന ആനുകൂല്യങ്ങൾക്ക് കർഷകർക്ക് മുൻഗണന നൽകണമെന്നും ക്ഷീരകർഷകർ ആവശ്യപ്പെട്ടു. നിസ്സാരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമീപവാസികൾ നൽകുന്ന പരാതിയിൽ ക്ഷീരകർഷകർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനാവശ്യ നടപടികൾ ഒഴിവാക്കുന്നതിന് ഇടപെടലുണ്ടാകണം. കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കണം. സബ്സിഡി കൃത്യമായി ലഭ്യമാക്കാൻ നടപടി വേണം. മൊബൈൽ ആംബുലൻസ് സേവനം സൗജന്യമാക്കണം എന്നീ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് വിശദമായി പഠിച്ച ശേഷം നിർദ്ദേശമായി സർക്കാരിന് സമർപ്പിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ കർഷകരെ അറിയിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രത്നകുമാരി മുഖ്യാതിഥിയായിരുന്നു. ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാവണ്യ, തളിപ്പറമ്പ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ബീന, ക്ഷീരവികസന വകുപ്പ് എക്സ്റ്റൻഷൻ ഓഫീസർ ബോബി, വനിതാ കമ്മീഷൻ പ്രൊജക്ട് ഓഫീസർ N. ദിവ്യ എന്നിവരും സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. സംസ്ഥാനപാത മതുക്കോത്ത് ഏച്ചൂർ ഭാഗങ്ങളിൽ അപകടക്കെണിയൊരുക്കിയ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി. വലിയന്നൂർ വില്ലേജ് ഓഫീസർ പ്രകാശൻ ജിയുടെ മേൽനോട്ടത്തിലായിരുന്നു ചില്ലകൾ വെട്ടിമാറ്റിയത്. മാസങ്ങൾ നീണ്ട മുറവിളിക്കൊടുവിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടിയുണ്ടായത്. ഏത് നിമിഷവും ഒരു ദുരന്തം വഴിയരികിൽ കാത്തുനിൽക്കുന്നുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. സംസ്ഥാനപാത കണ്ണൂർ മട്ടന്നൂർ ഹൈവേയിൽ മതുക്കോത്ത് മുതൽ ഏച്ചൂർ വരെ അപകടക്കെണിയൊരുക്കി നിരവധി മരങ്ങൾ നിലനിൽപ്പുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയിലുള്ള അപകടം മനസ്സിലാക്കിയാണ് അധികൃതർ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിലെത്തിയത്. ഇന്നത്തെ മരമുറിയിൽ വലിയന്നൂർ വില്ലേജ് ഓഫീസർ പ്രകാശൻ ജി, അസിസ്റ്റന്റ് ഓഫീസർ ജുനൈദ് അനീഷൻ, PWD ഓവർസിയർ രമ്യ, കണ്ണൂർ കോർപ്പറേഷൻ 17-ാം വാർഡ് മെമ്പർ പ്രദീപൻ K, ദിനേശ് BD പ്രസിഡന്റ് ഗംഗാധരൻ, പരാതി നൽകിയ AO ഹരി, മരം കോൺട്രാക്ട് എടുത്ത സുരേഷ് ബാബു തോട്ടട, KSEB ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. 2022 ജൂൺ മാസം AO ഹരി നൽകിയ അപേക്ഷയിലാണ് ഇതോടെ തീരുമാനമായത്. ഇത്തവണ കാലാവസ്ഥ തീർത്തും മോശമായപ്പോഴാണ് നാട്ടുകാർ ചില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയത്. കഴിഞ്ഞയാഴ്ച ആൽമരക്കൊമ്പിൽ തട്ടി കണ്ടെയ്നർ റോഡിൽ വീണതും മരച്ചില്ല ഒടിഞ്ഞു വീണ് അപകടം നടന്നതും വാർത്തയായിരുന്നു. ചൊവ്വ മട്ടന്നൂർ റോഡിൽ വലിയന്നൂർ മുതൽ ഏച്ചൂര് വരെയുള്ള സ്ഥലങ്ങളിൽ വലിയ മരങ്ങൾ ഈ ഗതാഗതത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിൽ റോഡിലേക്ക് ചായുകയും അതുപോലെ തന്നെ അപകടകരമായിട്ട് അതിൻ്റെ ശാഖകൾ വളർന്നു വരികയും ചെയ്തതിൻ്റെ ഭാഗമായി വലിയ അപകടങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മതുക്കോത്ത് ഒരു കണ്ടെയ്നർ ലോറി ഈ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പിൽ അടിച്ച് അവിടെ കണ്ടെയ്നർ തന്നെ റോഡിലേക്ക് തെറിച്ച് വീഴുകയും വളരെ അപകടം രക്ഷപ്പെടുകയും ചെയ്തു. ഒരു കാറിൻ്റെ മേലെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് അത്ഭുതകരമായി ആ കാറ് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഇവിടെ വലിയ ഒരു ചുഴലിക്കാറ്റ് അടിച്ചതിൻ്റെ ഭാഗമായും കുറേ മരങ്ങൾ കടപുഴകി പോവുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാഗമായി ജനങ്ങൾ വലിയ ഭീതിയിലാണ്. അപ്പോൾ ഈ നിരന്തരം പല കോണുകളിൽ നിന്നും അതുപോലെ തന്നെ കൗൺസിലർ എന്ന നിലയിലൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പബ്ലിക്കും ആ നിലയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ഈ അപകടകരമായി നിൽക്കുന്ന 5-6 മരങ്ങൾ മുറിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ PWD തന്നെ അതിന് വേണ്ടുന്ന മുൻകൈ എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ മരമുറി നടക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ ജനങ്ങൾ വാഹനങ്ങളിലും കാൽനടയായും ആശ്രയിക്കുന്ന വഴി കൂടിയാണിത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രദേശവാസികൾക്ക് ഇതുവഴി ഭീതിയില്ലാതെ കടന്നുപോകാം. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഉത്തര മലബാറിലെ ആദ്യ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചു. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായവർ മംഗലാപുരത്തിനെയോ കോഴിക്കോടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അറുതി വരുത്തുവാനും ഇതോടുകൂടി സാധിക്കുമെന്ന് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതം നേടിയെടുത്തത്.
അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊസീജിയറുകൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കണ്ണൂരിന്റെ ആതുര സേവന മേഖല ആഗോള നിലവാരത്തിലേക്ക് കൂടി വളരുകയാണ്. ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസിന് വിധേയനായി ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോയിരുന്ന തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതം നേടിയെടുത്തത്. നമ്മളിത് 2023 സെപ്റ്റംബറിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് നമ്മുടെ ഡോക്ടർ ബിജോയ് ആണ്, നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ്. നിരന്തരം നമ്മുടെ അടുത്ത് ഇത് വേണം, അത്യാവശ്യമാണ്, നമുക്ക് കണ്ണൂരിലില്ല, പരിയാരത്ത് പോലും ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഇതിന് നമ്മൾ അതിനുള്ള ശ്രമം തുടങ്ങിയത്. അന്ന് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഗവൺമെൻറ് ഏജൻസീസിന് ഡോക്ടേഴ്സ് വന്നു, ചില ന്യൂനതകൾ പറഞ്ഞു, നമ്മളതെല്ലാം പരിഹരിച്ചു. അടുത്ത വിസിറ്റിൽ നമുക്ക് ലൈസൻസ് കിട്ടി. പിന്നീട് നമുക്ക് ആ രോഗിയെ ഡോക്ടർ തന്നെയാണ്, ഡോക്ടറുടെ പേഷ്യൻ്റ് തന്നെയാണ് നമുക്ക് രോഗിയെ ലഭിച്ചത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ആദ്യത്തെ ഒരു ഓപ്പറേഷൻ എന്നുള്ളൊരു പേടി അവർക്കുണ്ടെങ്കിലും അവർ വളരെ ധൈര്യപൂർവ്വം വന്നു, നമ്മളത് ചെയ്യുകയും ചെയ്തു. രോഗി ഡിസ്ചാർജായി വിട്ടു പോയി, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ നമുക്ക് ഒരു ടീം വർക്കാണ് ആവശ്യം. അതായത് നെഫ്രോളജി ഡോക്ടറുടെ രോഗി വരുന്നത് ചെയ്യുന്നത് യൂറോളജി സർജനാണ് ചെയ്യുന്നത്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നു. അതുകൂടാതെ ഈ പേഷ്യൻറ്റിൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ മാറ്റിയാൽ ട്രാൻസ്പ്ലാന്റ് ICUവിൽ വിദഗ്ധരായ നേഴ്സസ് 24 മണിക്കൂർ വരെ പരിചരിക്കാനുള്ള നേഴ്സസ്, അതിന് പരിചയസമ്പന്നരായ നേഴ്സസ് തന്നെ വേണം. സാധാരണഗതിയിലുള്ള ഇതിന് ട്രെയിനിങ് നേടിയിട്ടുള്ള നേഴ്സസ് നമുക്കുണ്ട്. അവരുടെ സഹായം, നെഫ്രോളജി ഡോക്ടർ അവരുടെ കൂടെ തന്നെ ഡ്യൂട്ടി എടുത്ത് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ സഹായം. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാലും നമുക്ക് ഈ വൃക്ക രോഗി റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് കൂടുതലുള്ള റിവ്യൂ അത് മുഴുവൻ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നേഴ്സസും എല്ലാവരുടെയും കൂടിയുള്ള ഒരു ടീം വർക്കാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. ഉത്തര കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KM സൂരജും കണ്ണൂർ ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാരും നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടത്. ആ ഒരു ഉറപ്പാണ് ഞാനിപ്പോ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉറപ്പ് ഞാൻ പിതാവിന് സമക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ്. മലബാറിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി റീനൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യും. ആ ഒരു ഉറപ്പ് കണ്ണൂർ ആസ്റ്റർ മിംസിനും മൊത്തം ആസ്റ്ററിന്റെ മാനേജ്മെന്റിനും വേണ്ടി ഞാൻ നൽകുകയാണ്. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ്, ഡോക്ടർ വന്ദന, ഡോക്ടർ പ്രശാന്ത്, നഴ്സിംഗ് വിഭാഗം സോണിയ, രമ്യ തുടങ്ങിയവർ വൃക്ക മാറ്റിവെക്കലിന് നേതൃത്വം നൽകി. വൃക്ക മാറ്റിവെക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ വൃക്ക ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക മാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത്. ഈ സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വൃക്ക ആവശ്യമായി വരികയും എന്നാൽ സ്വീകർത്താവിന് യോജിക്കാതെ വരികയും ചെയ്യുമ്പോൾ അനുയോജ്യമായ വൃക്കകൾ പരസ്പരം കൈമാറാനുള്ള സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്ന് ആസ്റ്റർ മിംസ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ അറിയിച്ചു. നമുക്കൊരു ബെസ്റ്റ് പോസിബിൾ റേറ്റ്, അതായത് ഒരു നോർത്ത് മലബാറിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാംഗ്ലൂറും അല്ലെങ്കിൽ കാലിക്കറ്റും ചെയ്യുന്നതിനെക്കാട്ടും ഒരു ബെറ്റർ അല്ലെങ്കിൽ നല്ല റേറ്റിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DM ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മിംസിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് എക്കണോമിക്കലി വീക്കറായിട്ടുള്ള പീപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രസ്റ്റ് ട്രസ്റ്റ് ത്രൂ അപേക്ഷിക്കാം. സോ അവരെ ത്രൂ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൂടി. ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ, CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, DGM ഓപ്പറേഷൻസ് വിപിൻ ജോർജ്, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.